മോർണിംഗ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കർത്തൃനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയൊരു മാസത്തിൽ കൂടെ പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിന് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ഈ 9-ാം മാസം 1-ാം തീയതി എല്ലാ നന്മകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ മാസം മുഴുവനും നന്മയുടെ ഉയർച്ചയുടെ മാസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. 27-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യമാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിനെ ഏൽപ്പിച്ചത്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയുവാനുള്ളത്, ഇനി ഒരു നന്മ കാണാൻ കഴിയുമോ? ഇനി ഒരു നന്മ പ്രാപിക്കാൻ കഴിയുമോ? ഒരു നന്മ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയുമോ? തലമുറയുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ നന്മ കാണും. ഇതുവരെ കണ്ട തിന്മകൾക്കകത്തുനിന്ന്, ഇതുവരെ നിങ്ങളെ പ്രയാസപ്പെടുത്തിയ, ഇതുവരെ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ ആ തിന്മകളെല്ലാം പൂർണ്ണമായി മാറി ഒരു നന്മകളിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി സങ്കീർത്തനക്കാരൻ സങ്കീർത്തന പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അപ്പം സന്തോഷിക്കുവാൻ കഴിയുന്ന, ദുഃഖത്തെ മറികടന്ന് ആ വിലാപങ്ങളുടെ പ്രതിസന്ധികൾ അഴിഞ്ഞു മാറിയ ഭക്തൻ പറയുകയാണ്, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. എന്താണ് ദൈവം ഈ ഭക്തന് ചെയ്ത, ഈ മനുഷ്യന് ചെയ്ത നന്മ? അതിന് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുത്. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുത്. പൈശാചിക ശക്തികൾ വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് ഇനി ആ വ്യക്തി ഒരു നന്മ പ്രാപിക്കത്തില്ല. നീ തോറ്റുപോകും, നീ ജയിക്കത്തില്ല, നിനക്കൊരു ജയമുണ്ടാകത്തില്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുവെടുത്ത് ഈ സെപ്റ്റംബർ മാസം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, അത് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടും. നിങ്ങളുടെ കുടുംബം പരാജയപ്പെട്ട് കിടക്കും, ഇനി ഒരിക്കലും വിജയം നിനക്ക് കാണാൻ കഴിയത്തില്ലെന്ന് വെല്ലുവിളിച്ച ശത്രുക്കളുടെ നടുവിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവർ എന്നെ തോൽപ്പിച്ചു കളയുവാൻ ദൈവം അവരെ അനുവദിപ്പിച്ചില്ല. അവരുടെ നടുവിൽ, എന്നെ പരിഹസിച്ചവരുടെ നടുവിൽ ഞാൻ തോറ്റുപോകുമെന്നും ഞാൻ തകർന്നു പോകുമെന്നും ഞാൻ പരാജിതനാകുമെന്നും പറഞ്ഞവരുടെ നടുവിൽ യഹോവ എന്നെ ഉയർത്തി. അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് അവിടുന്ന് എനിക്ക് ചെയ്ത ആ വലിയ നന്മയ്ക്കായി ഞാൻ അവന് പാട്ടുപാടും. മൂന്നാമതായി 128-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അധ്വാനിച്ചുണ്ടാക്കിയ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോയ പൈശാചിക ശക്തികളുടെ നടുവിൽ ഇന്നു പകൽ പരിശുദ്ധാത്മാവാം ദൈവം വിളിച്ചു പറയുന്നു, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് ഇനി ആരും അപഹരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നോക്കുക പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഒന്ന്, നിങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കാണും, വിശ്വസിക്കുക. 2, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. 3, നീ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയത് അപഹരിച്ച പൈശാചിക ശക്തികളുടെ നടുവിൽ, അത് രോഗമായി, വേദനകളായി, അവൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ മണ്ഡലങ്ങളുടെ നടുവിൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന് ഈ 9-ാം മാസം ആ നന്മ നീ പ്രാപിക്കുമെന്നും അത് ആരും അപഹരിക്കത്തില്ലെന്നും ആത്മാവ് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നു പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി നന്മകൾ കാണാൻ, നന്മ പ്രാപിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ഏറിയ കൃപ ദൈവം പകരണമേ. ജീവനുള്ളവരുടെ ദേശത്ത് ഈ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ഓരോരുത്തരും ആ നന്മ കാണും, ദൈവകൃപ വ്യാപരിക്കപ്പെടും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ വിശ്വസിക്കട്ടെ, നന്മ കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഇവരുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഉറപ്പും ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് കൃപ പകരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം മുഴുവനും
നന്മകൾ കാണുവാൻ, അത് പ്രാപിച്ച് മുന്നേറുവാൻ സഹായിക്കും. അത്ഭുതം ചെയ്യും. കൃപ പകരും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്മ കാണും, തിന്മ നിങ്ങളെ തൊടത്തില്ല.